ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതാ അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കറിയിലേക്കുള്ള പീസിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതാ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പിന്നെ വേണ്ടത് പുളിയില്ലാത്ത കട്ടത്തൈരാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മളിത് ബട്ടർ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം ബട്ടർ വേണം കേട്ടോ. നല്ലപോലെ ബട്ടർ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ബട്ടർ. അപ്പോൾ നല്ലപോലെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഓരോ പീസ് നമ്മൾ ചിക്കൻ ഫ്രൈ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയിലോ ഒന്നുമല്ല ഇടുന്നത്, ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതിന് ചിക്കൻ എന്ന് പേര് വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്ന് ഫ്രൈ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഹാഫ് വേവല്ല വേണ്ടി, ഒരു 1/4 വേവ് മതി കേട്ടോ. ഫുള്ളായിട്ട് നെരിയണമൊന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കറിയിൽ നിന്ന് കുറച്ച് വെന്തോളും. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളിതാ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല്, ബട്ടറിലാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബട്ടറിൽ തന്നെ നമ്മളിതാ 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. നല്ലോണം കൊത്തി അരിഞ്ഞിട്ടുള്ള സവാളയാണ്. പിന്നെ 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, അതും അതിലേക്കിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റട്ടോ. നല്ലപോലെ വഴറ്റിയിട്ട് പിന്നെ ആവശ്യത്തിന് നമ്മളിതാ 2 വലിയ തക്കാളിയായിട്ട് ഇട്ടിട്ടുള്ള വലിയ തക്കാളി എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അണ്ടിപ്പരിപ്പാണ് ഇടുന്നത് കേട്ടോ. അണ്ടിപ്പരിപ്പ് നമ്മൾ ഒരു 20 കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 20 ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അത് ഒന്ന് മിക്സിയിൽ അടിക്കാനും വേണ്ടിയിട്ടാണ് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് അടിക്കുക. അപ്പോൾ ആ ചൂടാറിയിട്ടുണ്ട്, അത് നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരിയണം കേട്ടോ. അതിലൊന്നും ഉണ്ടാവരുത്, നല്ല നൈസായിട്ട് അരിയണം. അപ്പോൾ ഇതേപോലെ കേട്ടോ അരിയേണ്ടത്. ഇതേപോലെ അരിഞ്ഞിട്ട് നല്ലപോയിട്ട് പിന്നെ നമ്മളൊരു പാൻ എടുക്കുക. പാനിൽ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ടല്ലോ, ആ പാനിലേക്ക് നമ്മളിതാ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മളിതാ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അരപ്പ് അതിലേക്ക് നന്നായി ഇടുക കേട്ടോ. അപ്പോൾ അത് ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം അതിലേക്ക് മൊത്തത്തിൽ അതിൻ്റെ മുകളിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. സൗണ്ടിനൊക്കെ ചെറിയൊരു തകരാറുണ്ട്, ജലദോഷം, തൊണ്ടവേദന, പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കസൂരി മേത്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇട്ടാൽ മതി, നല്ലൊരു ഫ്ലേവറാണ് കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു ബട്ടറിൻ്റെതാണ് ആ വൈറ്റ് കളർ കേട്ടോ. 2 ബട്ടർ കഷ്ണം അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. വെച്ചതിന് ശേഷം നമ്മളിതാ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പത്തിരിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.